ദുഹാ നമസ്കാരത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗ്ഗത്തിൽ ഒരു കവാടമുണ്ടെന്നാണ്. ആ കവാടത്തിന്റെ പേര് ദുഹാ എന്നാണ്. ദുഹാ നമസ്കരിക്കുന്നവരെ നാളെ ആ കവാടം വിളിക്കുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ദുഹാ നമസ്കാരം നമ്മൾ നിർവഹിക്കണം. വലിയ മഹത്വമുള്ള ഒരു ഇബാദത്താണ്, ഒരു നമസ്കാരമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുഹാ നമസ്കാരത്തിന് വലിയ മഹത്വമുണ്ട്. മാത്രമല്ല, ദുഹാ നമസ്കരിക്കുന്നവരെ അല്ലാഹു വലിയ വലിയ അപകടങ്ങളിൽ നിന്ന് കാക്കപ്പെടുന്നതാണ്. നമുക്കൊരു പ്രയാസമോ ഒരു ബുദ്ധിമുട്ടോ വന്നു കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോകരുത്, തകർന്നു പോകരുത്. നമ്മൾ ക്ഷമയോടെ അതിനെ നേരിടണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബാക്കൾ വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഒരു സഹാബി വനിതയ്ക്ക് തീരെ സുഖമില്ല നബിയേ, അവരങ്ങയെ കാണണമെന്ന്, അങ്ങയൊന്ന് കാണണമെന്ന് അവർ ആവശ്യപ്പെടുന്നു യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ രോഗിയെ സന്ദർശിക്കാനായി ഹബീബായ നബി തങ്ങൾ പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ രോഗിയെ സന്ദർശിക്കാനായി നമ്മൾ ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ചവിട്ടടി വയ്ക്കുമ്പോൾ 70,000 മലക്കുകൾ അവനോടൊപ്പം ഉണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബി വനിതയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, വലിയ പനിയാണ് നബിയേ, വലിയ പനിയാണ്, വലിയ പനിയാണ്, വളരെ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. ഇതുപോലത്തെ ഒരു പനിയെ ഞാൻ കണ്ടിട്ടില്ല യാ നബിയല്ലാഹ്. അത്രയും വലിയ മോശമായ ഒരു പനിയാണ് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആ സഹാബി വനിതയോട് പറയുകയാണ്, പനിയെ കുറ്റം പറയല്ലേ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നാളെ ആഖിറത്തിൽ നിങ്ങളുടെ പതിവുകൾ ഉയരാൻ ഈ പനിയൊരു കാരണമാണ്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണേ, നിങ്ങൾ ക്ഷമിക്കണേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ട് വന്നാൽ, ഒരു പ്രയാസം വന്നാൽ നമ്മൾ തകർന്നു പോകരുത്, തളർന്നു പോകരുത്. ക്ഷമയോടുകൂടി നമ്മൾ അതിനെ നേരിട്ടാൽ അല്ലാഹു നാളെ ആഖിറത്തിൽ വലിയ വലിയ പദവികൾ അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇങ്ങനെയുള്ള ഇബാദത്തുകൾ, ദുഹാ പോലുള്ള നമസ്കാരങ്ങൾ നമ്മൾ നിർവഹിച്ചാൽ അല്ലാഹു വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്നതാണ്. അപ്പൊ ഇബാദത്തുകൾ നമ്മൾ നിർവഹിക്കുക, നമസ്കാരങ്ങളും ദിക്റുകളും സലാത്തുകളൊക്കെ നമ്മൾ മുറുകെ പിടിക്കുക, അല്ലാഹു വലിയ അനുഗ്രഹങ്ങൾ ചൊരിയുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ദുഹാ നമസ്കാരം ഒരാൾ ദുഹാ നമസ്കരിക്കുമ്പോൾ ഒരു ഉംറ ചെയ്ത കൂലി അവന് കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുഹാ നമസ്കാരത്തിന് പിന്നെയും മഹത്വങ്ങൾ ഏറെയുണ്ട്. മനസ്സിന് സമാധാനമില്ലെങ്കിൽ അല്ലാഹു ശാന്തി നൽകുന്നതാണ്. അപ്പൊ നമ്മളെ മനസ്സിൽ വലിയ ടെൻഷൻ ആണെങ്കിൽ, അതുപോലെ തന്നെ വിഷമങ്ങളുണ്ടെങ്കിൽ, പ്രയാസങ്ങളുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുഹാ നമസ്കാരം നിർവഹിക്കുന്ന ഒരു വ്യക്തിയെ അല്ലാഹു അനുഗ്രഹിക്കുന്നതാണ്. അവന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും അല്ലാഹു മാറ്റുന്നതാണ്. അതാണ് ദുഹാ നമസ്കാരത്തിനുള്ള മറ്റൊരു ഗുണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞതാണ് ദുഹാ നമസ്കാരം. പിന്നെയും ദുഹാ നമസ്കാരത്തിന് ധാരാളം പുണ്യങ്ങളുണ്ട്. ഒരാൾ ദുഹാ നമസ്കരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തന്ന അവയവങ്ങൾക്ക് സദഖ ചെയ്ത കൂലിയുണ്ട്. അതായത് അല്ലാഹു നമ്മളെ കണ്ണ് തന്നോ, കാല് തന്നോ, കൈ തന്നോ, ഇതൊന്നുമില്ലാത്ത എത്രയോ പേര് നമ്മൾ മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ദുഹാ നമസ്കരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തന്ന ഈ അവയവങ്ങൾക്ക് നമ്മൾ സദഖ ചെയ്തതായ കൂലി അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. അപ്പൊ ചിലർ ചോദിക്കും, ഉസ്താദേ, ദുഹാ നമസ്കാരത്തിന്റെ സമയം ഏതാണ്? പ്രിയപ്പെട്ടവരെ, ദുഹാ നമസ്കാരത്തിന്റെ സമയം സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞത് മുതൽ ദുഹർ ബാങ്ക് വിളിക്കുന്ന അല്പസമയത്തിന് മുമ്പ് വരെ. അപ്പൊ അത്രയും സമയമുണ്ട്. ദുഹർ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് ദുഹാ നമസ്കാരത്തിന്റെ സമയം തുടങ്ങുകയാണ്. ദുഹർ നമസ്കാരത്തിന് മുമ്പ്. പക്ഷേ ഇന്ന് ഇങ്ങനെ ദുഹർ നമസ്കരിക്കാതിരിക്കരുത്. അപ്പൊ ഏറ്റവും നല്ലത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 8 മണിയായി കഴിഞ്ഞ് ഒരു 10 മണിക്കുള്ളിൽ നിസ്കരിക്കുന്നതാണ്.
വളരെ മഹത്വമുള്ളതാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ദുഹാ നമസ്കാരം വലിയ മഹത്വമുള്ളതാണ്. അപ്പൊ ഞാൻ ഈ ദുഹാ നമസ്കാരത്തെ കുറിച്ച്, അതിന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞതിനാണ് സഹോദരങ്ങളെ. വലിയ മഹത്വമുള്ള നിസ്കാരമാണ്, നിങ്ങളൊക്കെ നമസ്കരിക്കണം. അതുപോലെ തന്നെ ഈ ദുഹാ നമസ്കാരത്തിന് ശേഷം ഈ ദിക്ർ നിങ്ങളൊരു 100 പ്രാവശ്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വലിയ വിജയം അല്ലാഹു നൽകുന്നതാണ്. കച്ചവടത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും, തൊഴിലിൽ അല്ലാഹു അനുഗ്രഹങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലകളിലെല്ലാം അല്ലാഹു വലിയ വലിയ ഉയർച്ച നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ ദുഹാ നമസ്കരിച്ചതിന് ശേഷം ഈ ദിക്ർ നിങ്ങൾ 100 പ്രാവശ്യം പറയണം. അങ്ങനെ പറയുന്ന ആള് ഒരിക്കലും കടക്കാരനായി മരിക്കുകയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിക്റിന്റെ മഹത്വം അതാണ്. റബ്ബി ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബി ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബി ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം എന്ന ഈ മനോഹരമായ ദിക്ർ ദുഹാ നമസ്കരിച്ചതിന് ശേഷം ഒരു 100 പ്രാവശ്യം നിങ്ങൾ ചൊല്ലിയാൽ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ദുഹാ നമ്മൾ നമസ്കരിക്കുക, ഈ ദിക്ർ ചൊല്ലുക, അതിന് ശേഷം നിങ്ങൾ ദുആ ചെയ്യുക. അല്ലാഹു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദുആക്ക് അല്ലാഹു ഉത്തരം നൽകുന്നതാണ്. നിങ്ങളുടെ ആവശ്യം അല്ലാഹു നിറവേറ്റി തരുന്നതാണ്. പടച്ചവനെ, ഞങ്ങളുടെ നമസ്കാരങ്ങൾ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ഇബാദത്തുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ന്യൂനതകളുണ്ടെങ്കിൽ നീ മാപ്പ് ചെയ്തു തരണേ അല്ലാഹ്. നീ പുറത്തു തരണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ ദുആ നമസ്കരിക്കുന്നവരാണ്, മറ്റ് പരിശുദ്ധ ഖുർആൻ ഓതുന്നവരാണ്, സലാത്ത് ചൊല്ലുന്നവരാണ്. പടച്ചവനെ, ഇതെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനേ. ഞങ്ങളുടെ എല്ലാ മേഖലകളിലും ബർക്കത്ത് ചൊരിയണേ റഹ്മാനേ. പടച്ചവനെ, അല്ലാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ സാധുക്കളുണ്ട്. പടച്ചവനെ, അവരുടെ എല്ലാ മുറാദുകളും നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇതിന്റെ പടച്ചവനെ, ഞങ്ങൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട് റബ്ബേ. അതിന്റെ എല്ലാ തവാബ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട് അല്ലാഹ്. നീ രോഗം ശിഫയാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവനങ്ങളില്ലാത്തവരുണ്ട്. പടച്ചവനെ, അവർക്ക് നീ ഭവനങ്ങൾ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ എത്രയോ മക്കൾ അവരുടെ ഭവനങ്ങളിൽ വിവാഹപ്രായം എത്തിയിരിക്കുന്നവരുണ്ട് റബ്ബേ. സാലിഹായ നിങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരും ഹോസ്പിറ്റലുകളിലാണ്. പടച്ചവനെ, അവരുടെ രോഗങ്ങൾ ശിവയായി ഭവനത്തിലെത്താൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്തവരുണ്ട്. അല്ലാഹുവേ, നീ ജോലി നൽകണേ. പടച്ചവനെ, അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ദാരിദ്ര്യം കൊണ്ട് വലിയവരുടെ പടച്ചവനെ, നീ ദാരിദ്ര്യത്തിൽ ഞങ്ങളെല്ലാം കാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ കടക്കാറുണ്ട് അല്ലാഹ്. ഞങ്ങളുടെ കടങ്ങൾ വീട്ടി തരണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ മക്കളില്ലാത്തവരുടെ പടച്ചവനെ, ഈ സാലിഹായ മക്കളെ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, കാരുണ്യവാനായ അല്ലാഹ്, ഞങ്ങളുടെ മക്കളെല്ലാം ഏത് മേഖലയിലാണോ അവിടെയെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും നീ അവരെ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഗൾഫുകാരന്മാരുടെ പടച്ചവനെ, അവിടെ ബിസിനസ്സുകളിൽ നീ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ കച്ചവടക്കാരുണ്ട് അല്ലാഹുവേ, അവരുടെ കച്ചവടത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഈ ഭൂമിയിൽ നീ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. തന്ന സന്താനങ്ങളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. തന്ന കുടുംബത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. തന്ന ശരീരത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളുടെ ശരീരങ്ങളെ കാക്കണേ അല്ലാഹ്. കിഡ്നി രോഗം, ഹാർട്ട്, ബ്രെയിൻ ട്യൂമർ, കുഷ്ഠം, ക്യാൻസർ പോലുള്ള മാരകമായ രോഗത്തിൽ നിന്ന് ഞങ്ങളുടെ ശരീരത്തെ കാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.